കുടിവെള്ള വിതരണ പദ്ധതി അവതാളത്തിലായി നിർമ്മാണ പ്രവർത്തനം നിലച്ചു. ഇടുക്കി ഭൂപ്പാറയിൽ ജൽജീവൻ മിഷന്റെ പൈപ്പ് കത്തി നശിച്ച സംഭവത്തിൽ റവന്യൂ, ഫയർഫോഴ്സ് വകുപ്പുകൾ ജലവിഭവ വകുപ്പിന് റിപ്പോർട്ട് നൽകിയെങ്കിലും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ തുടർ നടപടികൾ വൈകുന്നു. കഴിഞ്ഞ മാർച്ച് 1-നാണ് എസ്റ്റേറ്റ് ഭൂപ്പാറയിൽ വില്ലേജ് ഓഫീസിന് സമീപം മൈതാനത്ത് സൂക്ഷിച്ചിരുന്ന 70 കിലോമീറ്ററോളം നീളമുള്ള പൈപ്പ് കത്തി നശിച്ചത്. നെടുങ്കണ്ടം, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്ന് 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ കെടുത്തിയത്. 2.60 കോടി രൂപയുടെ പൈപ്പുകൾ കത്തിനശിച്ചതായാണ് ജലവിഭവ വകുപ്പ് അധികൃതർ പറയുന്നത്. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ തീപിടിക്കാത്തതും ഭാഗികമായി കത്തിയതുമായ പൈപ്പുകൾ മാറ്റിയെങ്കിലും ഇതിൽ 5 കിലോമീറ്റർ പൈപ്പ് മാത്രമാണ് പുനരുപയോഗിക്കാൻ കഴിയുക. ഹൈഡൻസിറ്റി പോളിത്തീൻ പൈപ്പുകളായതിനാൽ ചൂടേറ്റാൽ ഘടനയിൽ മാറ്റം വരും. അതുകൊണ്ട് തന്നെ ശുദ്ധജല വിതരണത്തിന് ഈ പൈപ്പുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. സമീപത്തുണ്ടായ കാട്ടുതീ പൈപ്പുകൾ സൂക്ഷിച്ചിരുന്ന മൈതാനത്തേക്ക് പടർന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് റവന്യൂ, ഫയർഫോഴ്സ് വിഭാഗങ്ങൾ നൽകിയ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജലവിഭവ വകുപ്പ് മാനേജിംഗ് ഡയറക്ടർ വിശദമായ റിപ്പോർട്ട് നൽകി. എന്നാൽ പോലീസ് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ സംഭവത്തിൽ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാകൂ. എങ്ങനെയാണ് ഇവിടെ കത്തുപിടിച്ചതെന്നും ഇവിടെ നാശനഷ്ടം ഉണ്ടായെന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും പോയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കത്ത് പിടിച്ചത് എങ്ങനെയാണെന്ന് അന്വേഷണ റിപ്പോർട്ട് കൃത്യമായ സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാത്തതിന്റെ സാഹചര്യത്തിൽ അതിന്റെ അലോട്ട്മെന്റ് സാധിക്കാത്തതിന് കമ്പനി ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ പദ്ധതി നിർത്തലാക്കിയിരിക്കുകയാണ്. ഇതുമൂലം ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലെ പോക്കറ്റ് റോഡുകളെല്ലാം ഈ ഓസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കിടങ്ങുകൾ കുഴിച്ചിട്ടിരിക്കുക. അതിപ്പോൾ ഒരു അപകടകരമായ സാഹചര്യത്തിൽ നിൽക്കുക. 2 വീലറുകാർക്കും അതുപോലെ ചെറുവണ്ടിക്കാർക്കും പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. എറണാകുളം സ്വദേശിയാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ശാന്തമ്പാറ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ പൈപ്പുകൾ സ്ഥാപിക്കാൻ കരാറെടുത്തിരുന്നത്. കത്തി നശിച്ച പൈപ്പുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ പൈപ്പ് കത്തിയതിന്റെ നഷ്ടം ആരാണ് വഹിക്കേണ്ടതെന്ന കാര്യത്തിൽ ജലവിഭവ വകുപ്പിന് അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ. എങ്കിലും കത്തിയ പൈപ്പുകൾക്ക് പകരം പൈപ്പുകൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. പൈപ്പുകൾ കത്തിയതിനു ശേഷം ശാന്തമ്പാറ പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.